ശരി ശരി, മനസ്സിലായി. ഉവന്നേ, മനസ്സിലായി. ഓക്കെ, വെക്കട്ടെ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താ പറഞ്ഞത്? കേസിന്റെ അവസാനം പ്രതിയെ ശിക്ഷിക്കാതെ വിടുമായിരിക്കും. പക്ഷേ അതിനു മുമ്പ് ഇയാളെ ശരിക്കും വെള്ളം കുടിപ്പിക്കുമെന്നാ PP പറയുന്നത്. കാരണം അത്രയ്ക്ക് പകയുണ്ട് ഡിവൈഎസ്പിക്ക് ഇയാളോട്. അയാൾക്ക് പകയുണ്ടെന്ന് കരുതി ജീവപര്യന്തം ശിക്ഷിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ. അതിന് കഴിയില്ല, പക്ഷെ നന്നായി വേദനിപ്പിക്കാം, ശാരീരികമായും മാനസികമായും. മനസ്സിലായില്ല? പോലീസ് കേസല്ലേ, പോയിന്റ്സ് പലതും കാണും, അല്ലെങ്കിൽ അവരുണ്ടാക്കും. വധഭീഷണി, തീവ്രവാദികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്, അങ്ങനെ പലതും. ഇതിൽ നിന്ന് ഊരാൻ വക്കീൽ സാറേന് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ? വളരെ ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു. നല്ല പോലെ പഠിച്ചു വാദിക്കണം. ഒരു 25,000 എങ്കിലും ഫീസ് വേണം. വക്കീല് വാല് പോക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എങ്ങോട്ടുള്ള പോക്കായിരിക്കും. അങ്ങനെ 25,000 30,000 തന്ന് ഈ കേസ് നിങ്ങളെ കൊണ്ട് നടത്തിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ വർഗത്തിലുണ്ട് ഇങ്ങനെ ചിലര്, വെറും ഗ്യാസിനെ ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റുന്നവര്, കാശ് വിടുങ്ങാൻ. അതുപോലെ ഇതും ഒരു സില്ലി കേസിനെ ഊതി വീർപ്പിച്ച് പേടിപ്പിച്ചാലൊന്നും ഞാൻ പേടിക്കില്ല വക്കീൽ സാറേ. വെരി വെരി VIP, വധഭീഷണി, ഗൂഢാലോചന, ഒരു പബ്ലിക് നോയിസൻസ് കേസിൽ മാക്സിമം എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. ഇത്രയൊക്കെ കഴിവുള്ളവനാണ് താൻ എന്താ ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെ ഒരു അത്ഭുത കഥാപാത്രത്തെ പരിചയപ്പെടാൻ സാധിച്ചല്ലോ, സന്തോഷം. അനന്താ ഓടാ. വക്കീലെ, ഒന്നുകൂടെ ഒന്ന് മയത്തി പറഞ്ഞുകൂടായിരുന്നോ? താൻ തന്നെ പാട് നോക്കി പോടോ. ചുമ്മാ അല്ല, താൻ കേസുള്ളത് മതിയടോ. ഇവിടെ വന്ന് എന്നാ പറഞ്ഞാ മതിയല്ലോ. ബ്ലഡി ഫൂൾ. ഇയാള് മഹാകന്യ. നമുക്ക് വേറെ ഏതെങ്കിലും വക്കീലിനെ കണ്ടാലോ? ഞാനൊരു വക്കീലിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനുള്ള പുറപ്പാടാ? മിലോഡ്, ഒന്നിലേറെ തവണ വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമാവണ്ണം രക്ഷപ്പെട്ട VVIPക്ക് നേരെ വധശ്രമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. VIPകൾക്കും VVIPകൾക്കും കർശനമായി സെക്യൂരിറ്റി നൽകണമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ്. VIP മൂവ്മെന്റിന് മാർഗതടസ്സം സൃഷ്ടിക്കുവാൻ പ്രതി മനഃപൂർവ്വം ശ്രമിച്ചതിന്റെയും കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന്റെയും പിന്നിൽ എന്തോ ഗൂഢാലോചനയുള്ളതായി പ്രോസിക്യൂഷൻ സംശയിക്കുന്നു. മേൽപ്പറഞ്ഞ സംശയങ്ങൾ ദൂരീകരിക്കാനും ചോദ്യം ചെയ്യാനുമായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ തന്നെയാണ് സർ, അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഫീസ് കൊടുത്തൊരു വക്കീലിനെ വെക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടിലാണോ ഡോക്ടർ അനന്തൻ? അതല്ല സർ, 2-3 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങൾക്ക് പെട്ടെന്ന് 25-30 ഒക്കെ വില പറഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിവേ, ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. യു മേ പ്രൊസീഡ്. സർ, മുൻപരിചയമില്ലാത്തതുകൊണ്ട് കോടതി നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ ക്ഷമിക്കാൻ അപേക്ഷ. ഒരു വാണിംഗോ ചെറിയ പെനാൽറ്റിയോ കൊണ്ട് തീർക്കാവുന്ന ഒരു പെറ്റി കേസ് ഇപ്പോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന ഒരു കേസാക്കി മാറ്റിയിരിക്കാം. അതുകൊണ്ട് ഈ കേസ് ചാർജ് ചെയ്ത ഉദ്യോഗസ്ഥനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. പെർമിഷൻ ഗ്രാന്റഡ്. VIP മൂവ്മെന്റിന് ഞാൻ മനഃപൂർവ്വം മാർഗതടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഏത് തരത്തിലുള്ള മാർഗതടസ്സമാണ് സൃഷ്ടിച്ചത് ഒന്ന് വ്യക്തമാക്കാമോ? അത് വാഹനം നിങ്ങൾ മുന്നോട്ടെടുക്കുമെന്ന് നിർബന്ധം പിടിച്ചപ്പോ ഞാൻ തടഞ്ഞു. തുടർന്ന് നിങ്ങൾ എന്നെ അസഭ്യം പറഞ്ഞു. ഞാൻ എന്ത് അസഭ്യം പറഞ്ഞു നിങ്ങളെ? തെണ്ടി, പട്ടി, ചെറ്റ എന്നൊക്കെ വിളിച്ചു. പിന്നെ വിളിച്ചു എന്ന് ഇവിടെ പറയാൻ കൊള്ളില്ല. ഈ കേസിൽ എന്നെ ഒരാളെ മാത്രമേ പ്രതിയാക്കിയിട്ടുള്ളൂ. അതെ. അന്ന് ഡ്യൂട്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു? ഞാനടക്കം 10-30 പേരുണ്ടായിരുന്നു. സാർ, ആയുധധാരികളായ 10-30 പോലീസുകാരെ നോക്കി നിൽക്കെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പട്ടി, തെണ്ടി, ചെറ്റ എന്നൊക്കെ വിളിച്ചിട്ടും ഞാൻ അംഗവൈകല്യം ഒന്നും സംഭവിക്കാതെ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത് തന്നെ ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. സാർ, യഥാർത്ഥത്തിൽ അന്നവിടെ നടന്ന സംഭവം പറയേണ്ടവർ പറയാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയും. അന്നത്തെ ആ റോഡ് ബ്ലോക്കിൽപ്പെട്ട ഒരു കാറിൽ രോഗിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വളരെ ക്രിട്ടിക്കലായിരുന്നു അവരുടെ സ്ഥിതി. ആ രോഗിയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞ രോഗിയുടെ ബന്ധുവിന് നേരെ പോലീസുകാർ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് സത്യമാണ്. ചികിത്സ ലഭിക്കാതെ ആ രോഗി അന്ന് അവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന VIPക്കോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടം ആ സാധുവിന്റെ ഉറ്റവർക്കും ഉടയവർക്കും മാത്രം. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് ആ രോഗിക്ക് വേണ്ടി അല്പം ഉറക്കെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അല്ലാതെ ഗൂഢാലോചനയോ വധശ്രമോ ഒന്നും ഇതിന്റെ പിന്നിലില്ല. ഈ നാട്ടിലെ സെക്യൂരിറ്റി ഏർപ്പാടുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പൊ ഘോരഘോരം പ്രസംഗിച്ചല്ലോ. സെക്യൂരിറ്റിയുടെ കൂടുതലുണ്ടായിരിക്കും ഡൽഹിയിലും ബോംബെയിലും ചാണ്ഡിഗഡിലും
പടക്കം പൊട്ടുന്ന പോലെ കാറുകളും ജീപ്പുകളും ഒക്കെ പൊട്ടിത്തെറിക്കുന്നത്. രാഷ്ട്രീയക്കാരന്റെ മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പൗരന്റെയും സെക്യൂരിറ്റി പോലീസുകാരന്റെ ഉത്തരവാദിത്തമാണ്. യുവർ ഓണർ, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിയമലംഘനമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി വിധിക്കുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ മനുഷ്യൻ ഇവിടെ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. കുറെ വേദാന്തം പറഞ്ഞതുകൊണ്ട് കോടതി ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അന്ന് അവിടെ കാറിൽ ഒരു രോഗി ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ VIP മൂവ്മെന്റിനെ തടഞ്ഞു നിർത്താൻ പോലും മടിക്കില്ലായിരുന്നു നമ്മുടെ പോലീസുകാർ. മതി മതി നിർത്തൂ. തങ്ങളെ പോറ്റുന്നത് കേൾക്കുമ്പോ പോലീസുകാർക്ക് തന്നെ കൂവാൻ തോന്നത്തക്ക വിധം സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ എഴുന്നള്ളിക്കല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടറെ. ഡോക്ടർ അനന്തൻ പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്കൊരു തെളിവിന്റെയും ആവശ്യമില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അറിയാമോ, എന്റെ മകൾ പ്രസവിച്ചത് നടു റോഡിൽ എന്റെ കാറിൽ വെച്ചായിരുന്നു. അതിന്റെ കാരണം ഏതോ മന്ത്രിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു റോഡ് ബ്ലോക്ക്. ആ അനുഭവമുള്ള എന്നോടാണോ നിങ്ങൾ പോലീസുകാരുടെ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്? അടുത്ത കേസ് വിളിക്ക്. അവന്റെ അമ്മയുടെ ഒരു സെന്റിമെന്റ്സ്. ആ തെണ്ടിയുടെ 4 വർത്തമാനം കേട്ടപ്പോ ജഡ്ജിക്ക് സെന്റിമെന്റ്സ് അങ്ങ് കൂടി. എനിക്ക് പുല്ല. സാറിന്റെ ഫോട്ടോ അടക്കം 4 കോളം മാറ്റർ നമ്മുടെ പത്രത്തിൽ റെഡിയാക്കി വെച്ചതാ. ഒക്കെ വേസ്റ്റ് ആയിപ്പോയി. സാറിനെ കൂട്ടിൽ നിർത്തി അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടപ്പോ സത്യത്തിൽ തൊലി ഉരിഞ്ഞു പോയി. ഇവൻ എന്നാ ഈ വക്കീല് പണി പഠിച്ചേ? പക്ഷേ അസല് വാദം. നിർത്തണോ? ഞാനിനി വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. എന്റെ ചെറ്റത്തരം അവൻ അറിയാൻ പോണതേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുണ്ടായ നാണക്കേട് അവന്റെ സ്ഥാപനത്തിൽ അവനും ഉണ്ടാവണം. അതിന് ഞാൻ പറയുന്ന പോലെ താരം കൂടി ചെയ്യും. സാർ, യെസ്. ഇത് സാറിനെ ഏൽപ്പിക്കാൻ ഒരാൾ തന്നോ? ആര്? സാറിന്റെ ഒരു പഴയ സ്നേഹിതനാണെന്ന് മാത്രം പറഞ്ഞു. അനുമോദനങ്ങൾ. ബാറിലെ പ്രഗത്ഭരായ അഭിഭാഷകരെ പോലും തലകുലിപ്പിച്ച് കേസ് ജയിച്ചതിൽ എന്റെ ആശംസകൾ. ഉദയസൂര്യന്റെ തിളക്കമുണ്ട് തന്റെ ഈ വിജയത്തിന്. പക്ഷേ ഏത് സൂര്യനും അസ്തമിച്ചേ തീരും. ഞാൻ ആരെന്ന് ഓർക്കായിരിക്കും താനിപ്പോ. എത്ര കൂട്ടിയാലും കഴിച്ചാലും തീരാത്തൊരു കണക്ക് നമ്മൾ തമ്മിലുണ്ട്. താമസിയാതെ അത് തീർക്കുവാനുള്ള മുഹൂർത്തം വരും. അതുവരെ കാത്തിരിക്കും. പതുക്കെ വിടണ്ട അനന്ത. എനിക്കിപ്പോ വീട്ടിൽ പോയിട്ട് അത്യാവശ്യ കാര്യമൊന്നുമില്ല. എന്താ ഒരു ആലോചന? ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. ആലോചന? എന്താലോചന? ഞാൻ എന്താലോചന? ഇന്നലത്തെ വാദം കലക്കി. ആ കേസില്ല വക്കീല് മുഖം കർച്ചീഫ് കൊണ്ട് മറച്ചു പിടിച്ചാ പുറത്തു പോയത്. അല്ല, ഞാൻ ആലോചിക്കുക, ഡോക്ടർ അനന്തപത്മനാഭൻ MS എന്നുള്ളതിന്റെ കൂടെ ഒരു LLB എന്നുകൂടി എഴുതി ചേർത്താലോ എന്ന്. നന്നായി. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്നല്ലാതെ ഇതൊക്കെ പഠിച്ചിട്ടാണ്. അല്ല, വാദം കേട്ടവരൊക്കെ പറയുന്നത് ഒരു വക്കീൽ യൂണിഫോമിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഹോസ്പിറ്റൽ അഥവാ അറവുശാല. സാറ് പറഞ്ഞതുപോലെ തന്നെ മാറ്റർ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിനുള്ളിലെ രഹസ്യ വേഴ്ചകൾ ഡോക്ടർ നന്ദകുമാറും അനുജൻ അനന്തനും ചേർന്ന് നടത്തുന്ന ആശുപത്രിയിൽ വേശ്യാവൃത്തി, ചികിത്സിക്കുന്ന വ്യാജേന സുഖവാസത്തിനെത്തുന്നവരെ പരിചരിക്കാൻ സുന്ദരികളായ നേഴ്സുമാർ. കേവലം 1000 രൂപ കൊടുത്താൽ പേരും അഡ്രസ്സും ചോദിച്ച് അബോർഷൻ. 2000 രൂപ കൊടുത്താൽ പേര് മാത്രമേ ചോദിക്കൂ. 4000 രൂപ കൊടുത്താൽ പേര് പോലും ചോദിക്കാതെ. മതിയടോ, നല്ല കമ്പോസിങ്. ഇത്രയും കൊണ്ടാ തേണ്ടി നാറും. പിന്നൊരു കാര്യം, ഇതിൽ എന്റെ പങ്കുണ്ടെന്ന് യാതൊരു സംശയവും തോന്നരുത്. അതെങ്ങനെ തോന്നാൻ? ഇത് എഴുതിയിരിക്കുന്നത് ഏതൊരു ഗോപാലകൃഷ്ണനല്ലേ?
നാളെ നേരം വെളുക്കുമ്പോ ജനങ്ങൾ വായിച്ച് രസിക്കും. അതോടെ മദർ ഹോസ്പിറ്റലിന്റെ കാര്യം ക്ലോസ്. ആ പിന്നെ കുറെ അവന്റെ വീട്ടിലും ഹോസ്പിറ്റലിലും ഇട്ടേക്കാൻ ബോയ്സിനോട് പറഞ്ഞേക്കണം, ഫ്രീ ആയിട്ട്. ഓ, എന്തൊരു ബുദ്ധി, എന്തൊരു ബുദ്ധി. വെറുതെ അല്ല, സാറിന്റെ സ്റ്റാറിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നേ. ചുമ്മാ നീടൂ. ഞാൻ ആ പത്ര ഓഫീസിലെ ചോറാ തിന്നുന്നതെങ്കിലും ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വൃത്തികെട്ട ന്യൂസാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഇവിടെ ഒന്ന് ഡോക്ടറെ അറിയിക്കണമെന്ന് തോന്നി. ഇത് ഞാനാ ഇവിടെ ഒന്ന് പറഞ്ഞതെന്ന് അവരറിയണ്ട. അതൊന്നും അറിയില്ല തമ്പിക്കളും. ഓ, പത്രവാർത്ത വന്നാ നാറിയത് തന്നെ. ഇവിടെ എന്ത് നടക്കുന്നു പുറത്താരും അന്വേഷിക്കില്ല. അനന്തന്റെ അച്ഛന്റെ കാലം മുതലേ നടത്തിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റല് എന്തെങ്കിലും ഒരു പേര് ദോഷം വന്നാ എന്റെ ഗുരുവായൂരപ്പ. അനന്തൻ എന്താ ഒന്നും മിണ്ടാത്തത്? ആ പത്രം ഒന്ന് കിട്ടുമോ? ഇതെന്താ ഈ പറയുന്നത്? അത് പ്രിന്റായി നാളെയല്ലേ പുറത്തിറങ്ങും. നാളത്തെ പത്രത്തിന്റെ കാര്യമല്ല, കാഹളം പത്രത്തിന്റെ എന്നത്തെങ്കിലും ഒരു കോപ്പി. അതെന്തിനാ? നാളെ രാവിലെ പിള്ളയുടെ കാഹളം പുറത്തിറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കാഹളം വായനക്കാരന്റെ കയ്യിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മുഴുവൻ മാറ്ററും ഉണ്ട് സാർ. കലക്കി. ഒറിജിനൽ കാഹളം ഏതാണെന്ന് പിള്ളയ്ക്ക് പോലും മനസ്സിലാവില്ല. പത്രാധിപരുടെ കുമ്പസാരം. കാഹളം പത്രത്തിന്റെ പത്രാധിപരും ഉടമസ്ഥനുമായ ഞാൻ OC പിള്ള ഈ പത്രത്തിന്റെ മാന്യ വായനക്കാരോട് നടത്തുന്ന കുമ്പസാരം. കുറെ നാളുകളായി എന്റെ മനസാക്ഷിയെ വല്ലാതെ നോവിപ്പിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങളോട് ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെറും ഒരു 4-കിട അശ്ലീല വാരികയായി തുടങ്ങി ക്രമേണ ഇതൊരു പത്രമായി വളർന്നത് എന്റെ അധ്വാനം കൊണ്ടല്ല, മറിച്ച് സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ കൈയാളുന്ന മാന്യ വ്യക്തികളുടെയും ധർമ്മ സ്ഥാപനങ്ങളുടെയും പേരിൽ മോശമായ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചെഴുതുകയും അതിന് പ്രതിഫലമായി ഞാൻ വാങ്ങിച്ചു കൂട്ടിയ പണവും ഉപയോഗിച്ചാണ്. ഇന്ന് ഞാൻ നടത്തുന്ന കള്ളക്കടത്ത്, കള്ളവാറ്റ്, കരിഞ്ചന്ത, പെൺവാണിഭം തുടങ്ങിയ രഹസ്യങ്ങൾ മൂടിവെക്കാൻ എനിക്കൊരു മറ മാത്രമാണ് ഈ പത്രം. അയ്യോ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കള്ളവാറ്റ്, കരിഞ്ചന്ത, പോരാത്തതിന് പെൺപാണിപ്പം കൂടി നടത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്റെ അമ്മോ, എന്റെ പത്രത്തിൽ തന്നെ എന്നെ കുറിച്ച് എഴുതിയല്ലോ. നിന്നെ സാറിന് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. ഇപ്പൊ അത് എന്നെ തന്നെ തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു സാറേ, ഇമാതിരി കളിക്ക് എനിക്ക് വയ്യ. തന്റെ പത്രത്തിൽ തന്നെ ഇതെങ്ങനെ പ്രിന്റ് ചെയ്ത് വന്നാ ഞാൻ ആലോചിക്കുന്നു. ആലോചിക്കാനൊന്നുമില്ല. അവൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. എടുക്കണോ? ഹലോ, കാഹളം OC പിള്ള ഹിയർ. എന്നെ മനസ്സിലായില്ലേ? അനന്തൻ, ഡോക്ടർ അനന്തൻ. അയ്യോ, അവനാ അനന്തൻ. അപാര ഗഡ്സ് തന്നെയാ പിള്ളേച്ചത് എനിക്ക്. ഇത്രയും പച്ചയായ എക്സ്പോഷർ, അതും തന്നെ കുറിച്ച് തന്നെ. യഥാർത്ഥ പത്രധർമ്മത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടവനാ താൻ. എങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതിന് ഇങ്ങനെ അടിവരയിട്ട് ഉറപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പിള്ളേച്ച? ഇനി ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിച്ചാലുണ്ടല്ലോ, അതിനേക്കാളും വലിയ ചെറ്റയാകാനും എനിക്കറിയാം കേട്ടോ. ഓക്കേ. എന്താണോ അവൻ പറഞ്ഞത്? എടാ തെണ്ടി, കഴിവരണം മോനെ. എന്തൊക്കെയാ ഫോൺ എടുത്തോടെ അവരെന്നെ വിളിച്ചത്. പിന്നെ പറഞ്ഞതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. നിന്ന് മോങ്ങാതെ പത്രങ്ങളൊക്കെ വിറ്റഴിയും മുമ്പേ കടകളിൽ ചെന്ന് തിരിച്ചു വാങ്ങിക്കണോ? ഡോക്ടർ, എന്താ? തിയേറ്റർ റെഡി. ആ, എന്താ, സുഖമില്ലേ? ഒന്നുമില്ല, ഒരു തലവേദന. ഐ വിൽ കം. What the hell are you doing?
നളിനി സിസ്റ്ററെ, ആരേത്? ഒന്ന് കാണാൻ വേണ്ടിയാ ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും ആലോചിക്കായിരുന്നു വിശ്വസാറിന് ഈ വഴി കാണാനേ ഇല്ലല്ലോ എന്ന്. തിരക്കല്ലേ തിരക്ക്. പാർട്ടി, പോലീസ്, ഒരിടത്ത് കേസാണെങ്കിൽ മറ്റൊരിടത്ത് ജോലിക്കാര്യം. അല്ല, വിശ്വം പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാ ഒരു മന്ത്രിയും പോലീസും എതിര് പറയില്ല. ആ, ഇപ്പൊ നളിനിന്റെ കാര്യം തന്നെ എടുക്കാം. അളിയന്റെ അടുത്ത് എത്ര റെക്കമെൻഡേഷൻ വന്നതാ. ഞാൻ പറഞ്ഞു നളിനിക്ക് ഇവിടെ ജോലി കൊടുത്തേ പറ്റൂന്ന്. കിട്ടിയില്ലേ? ഡോക്ടർ, ഡോക്ടർ, ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞ് കരയുന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ. അമ്മേ, അയ്യോ, എനിക്ക് വയ്യേ. എന്തിനാ ഇങ്ങനെ കിടന്ന് തൊണ്ട തുറക്കുന്നത്? ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്, വേദന കുറയും. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? മാറ്. എന്താ വേദന ഉണ്ടോ? വേദനയുണ്ട് ഡോക്ടർ. അമ്മ, അമ്മേ. Immediately take an X-ray of the abdomen. My God. What? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ നോക്കൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. For heaven's sake, let us do something. Yes, we have to open it. ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഓപ്പറേഷൻ നടത്തിയ ഒരു രോഗിയെ വീണ്ടും ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ കൊള്ളാം. അത് പിന്നെ വീണ്ടും ഒന്ന് പരിശോധിച്ചപ്പോ ഒരു ചെറിയ... എന്താ ഡോക്ടർക്ക് മറുപടി പറയാൻ കിട്ടുന്നില്ല അല്ലേ? എന്നാ ഞാൻ തന്നെ പറയാം, ചെറിയ ഒരു കയ്യബദ്ധം അല്ലേ? മാറണോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇനിയും വൈകിയാ പിന്നെ മരിക്കും അല്ലേ? സോറി, നിങ്ങളുടെ കൈ കൊണ്ട് വീണ്ടും ഒരു പരീക്ഷണത്തിന് ഞങ്ങളില്ല. എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഇയാൾ എന്റെ അച്ഛനെ ഓപ്പറേഷൻ ചെയ്യണ്ട. അദ്ദേഹം തന്നെയല്ലേ ഇതിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്തത്? അതുകൊണ്ട് തന്നെയാണല്ലോ വല്ല കത്തിയും കോടാലിയൊക്കെ വെച്ച് കുത്തി തയ്ച്ചത്. 24 മണിക്കൂർ വെള്ളം അടിച്ച് നടക്കുന്ന ഈ തെണ്ടിയെ ഞാൻ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് ശരിയാണ്. എന്ന് കരുതി ഒരു ഡോക്ടറുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു എന്നല്ല അതിനർത്ഥം. ഇതിനു മുമ്പ് ഇവിടെ പല ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതൊക്കെ ഡോക്ടർ നന്ദകുമാറാണ് ചെയ്ത്, അതൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഒക്കെ ശരിയാണ് ഡോക്ടർ. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു കയ്യബദ്ധം. മരിച്ചു കഴിഞ്ഞാൽ വിധി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിത്തള്ളു. ഇതൊക്കെ തന്നെയല്ലേ എല്ലാ ഹോസ്പിറ്റലിലും നടക്കുന്നത്. നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കല്ല, എനിക്കാണ്. എന്റെ അച്ഛൻ. ഒരു മകന്റെ വികാരം മനസ്സിലായിക്കൊണ്ട് തന്നെ പറയാൻ തർക്കിച്ച് നിൽക്കാനുള്ള സമയമല്ല ഇത്. ഉടനെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് വന്നാലും ഡോക്ടർ നന്ദകുമാറിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഡോക്ടർക്ക് പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പക്ഷേ ഒരു കാര്യം, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഒരു ജീവനെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും.
നോക്കണ്ട, എന്തിനാ നിർത്തിക്കളഞ്ഞത്? ഇതുകൂടെ കുടിക്കണം. ഒരു തലനാരിഴ വ്യത്യാസത്തിലാണ് ആ പേഷ്യന്റ് രക്ഷപ്പെട്ടത്. എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങളെ ഓർത്ത് മറ്റുള്ളവർ ഈ ജന്മം മുഴുവൻ കണ്ണീരൊഴുക്കേണ്ടി വരുമായിരുന്നു. എന്ത് പുണ്യം കിട്ടാൻ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്? ഓർമ്മയില്ല ഒന്നും. കേരളത്തിലെ സർജന്മാരിൽ ഒന്നാമൻ കൈപ്പുണ്യമുള്ളയാളെന്നൊക്കെ പേരെടുത്തിട്ടും അവസാനം ഒന്നുമാകാതെ കുടിച്ചു കുടിച്ച് കരൾ അരിപ്പയായ 55-ാം വയസ്സിൽ മരിച്ചു നമ്മുടെ അച്ഛൻ ഡോക്ടർ ശങ്കരമേനോൻ. മകൻ മത്സരിക്കാണോ 1-ാം സ്ഥാനത്തേക്ക്? വല്ലാത്ത ദുഃഖമുണ്ട്, വേദനയുണ്ട് സ്വയം ഇങ്ങനെ നശിക്കുന്നു കാണുമ്പോൾ.